സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം വേടൻ എന്ന് പറയുന്ന മനുഷ്യൻ, ആ ഒരു കലാകാരൻ, അയാൾക്കെതിരെ ഈ പറയുന്ന സംഘിക്കുട്ടന്മാരുടെ സഹോദരിമാരുമൊക്കെ അഴിച്ചുവിട്ട വലിയ രീതിയിലുള്ള അക്രമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്നും വേടൻ്റെ കയ്യിലുള്ള കഞ്ചാവ് ശേഖരം കണ്ടെത്തുകയും അത് ഒരാളുടെ കൈവശം ഇരുന്നാൽ വലിയ പ്രശ്നമില്ലാത്ത തരത്തിലുള്ള ഒരു ക്വാണ്ടിറ്റി ആയിരുന്നതിനാൽ തന്നെയും അതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് കണ്ടെത്തണമല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി വേടൻ്റെ വീട്ടിലിരിക്കുന്ന പച്ചക്കറി അരിയുന്ന പിച്ചാത്തിയെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് പറയുകയാണ്, ആ കത്തിയെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് പറയുകയാണ്, ആയുധശേഖരമായിരുന്നു വേടൻ്റെ ഫ്ലാറ്റിലുണ്ടായിരുന്നതെന്ന്. വൻ ആയുധശേഖരമാണ് വേടൻ്റെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നതെന്നും പറഞ്ഞുകൊണ്ട് കഞ്ചാവിൻ്റെയും ഈ ആയുധശേഖരത്തിൻ്റെയും പേരിൽ വേടനെ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും പിന്നീട് അതിനുശേഷം ആ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം വേടനെ കയ്യിൽ കിട്ടിയല്ലോ, അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ തോന്നിവാസങ്ങൾ ഇവന്മാർക്ക് കാണിക്കാം. അപ്പോൾ അങ്ങനെ കാണിച്ചതിൻ്റെ ഫലമായിട്ട് വേടൻ്റെ മീറ്റു ആരോപണ കേസ് കുത്തിപ്പോക്കാനായിട്ട് ശ്രമിച്ചു. എന്നിട്ട് അവിടെ നിന്നും ഒന്നും എത്തുന്നില്ല. അതൊക്കെ പണ്ടേ വേടൻ ഈ പറയുന്ന ഒത്തുതീർപ്പാക്കി വിട്ട കേസ് ആയതുകൊണ്ട് തന്നെയും അടുത്തത് ഇവർ കണ്ടെത്തിയത് വേടൻ്റെ ഈ പറയുന്ന ബന്ധങ്ങളിൽ, വേടൻ ഈ സ്നേഹബന്ധങ്ങളിൽ ഏതെങ്കിലും തടസ്സപ്പെട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കിടക്കുന്ന ബന്ധങ്ങളുണ്ടോ എന്നുള്ളത് കണ്ടെത്താനുള്ളൊരു ശ്രമത്തിലായിരുന്നു. അങ്ങനെ കണ്ടെത്തിയതിൻ്റെ ഫലമായിട്ട് പുതിയ 2-3 ആളുകളെ കൂടെ കിട്ടി. ആദ്യം ഒരു യുവ ഡോക്ടർ, പിന്നെ ഗവേഷക വിദ്യാർത്ഥി, അങ്ങനെ കുറച്ച് ആളുകൾ ഇവർക്ക് പെട്ടെന്ന് കിട്ടി. ആ കിട്ടിയതിൻ്റെ ഫലമായിട്ട് തന്നെ അവരെ കൊണ്ടുവന്ന് ഇരുത്തിക്കൊണ്ട് വലിയ രീതിയിൽ, അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന പരാതികളിൽ വേടന് ഡയറക്റ്റ്ലി ബന്ധമുണ്ടെന്നും ഇവരുടെ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് വേടനെതിരെ ഒരു അക്രമം അല്ല വേടനെതിരെ പരാതിയുമായിട്ട് വന്നത്. എന്നാൽ ഈ കേസ് കോടതിയിൽ പോയ സമയത്ത് പരാതിക്കാരികളോട് കോടതി ചോദിച്ചു, നിങ്ങൾക്ക് ഇതിനായിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ സമർപ്പിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടോ, അല്ലെങ്കിൽ ആ കൃത്യമായിട്ടുള്ള തെളിവുകൾ എന്തൊക്കെയാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് സമയം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒഴിവായിപ്പോയി. അപ്പോഴും ഈ സംഘികൾക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ കച്ചിത്തുരുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യുവ ഡോക്ടറാണ്. യുവ ഡോക്ടറായിട്ട് വേണ്ട ബന്ധമുണ്ടായിരുന്നു. വേടൻ ബന്ധമില്ല എന്ന് പറയുന്നില്ല, ആ ബന്ധത്തിൽ തന്നെ തുടരുകയായിരുന്നു. എന്നാൽ പിന്നീട് ആ ബന്ധം തനിക്ക് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ താൻ അത് ഒഴിവാക്കി എന്നാണ് പറയുന്നത്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഒരു ശാരീരിക ബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് വേടൻ സമ്മതിക്കുന്നുണ്ട്. ഇല്ല എന്ന് വേടൻ പറയുന്നില്ല. വേടൻ ആദ്യം കഞ്ചാവ് കേസിൽ പിടിക്കുമ്പോഴും വേടൻ പറഞ്ഞ് കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, നിർബന്ധിച്ചാലും ഞാൻ ഉപയോഗിച്ചാണ്, ഞാൻ വന്നിട്ട് എല്ലാത്തിനെ പറ്റി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലപാടും നിലവാരവും വ്യക്തിത്വമുള്ളൊരു വ്യക്തിയാണ് വേടൻ എന്നുള്ളത് നമ്മൾ ആ സമയങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ അതേ നിലപാട് തന്നെ വേടൻ്റെ പിന്നീടുള്ള പ്രശ്നങ്ങളിലും വേടൻ തുടർന്നു. വേടൻ സ്റ്റേജുകളിൽ പോകുമ്പോഴും ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കെ പിന്നീട് ഈ യുവ ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ടും അതിനപ്പുറത്തേക്ക് പുതിയ ആളുകൾ, ഗവേഷക വിദ്യാർത്ഥി എന്ന് പറഞ്ഞിട്ട് 2-3 പേരൊക്കെ വന്ന് ഹർജി പരിഗണിക്കുന്ന സമയങ്ങളിൽ എല്ലാം കൂടി 5 ഇരകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ ഇരകൾ വന്നപ്പോൾ ആകെ തെളിവുള്ളത് യുവ ഡോക്ടറുടെ കയ്യിൽ മാത്രമാണ്. ബാക്കിയുള്ള 4 പേരുടെ കയ്യിൽ ഒരു കോപ്പുമില്ല. അപ്പോൾ കോടതി ചോദിക്കുകയുണ്ടായി, നിങ്ങളുടെ തെളിവുകൾ 4 ദിവസത്തിനകത്ത് നിങ്ങൾ സമർപ്പിക്കണം. അങ്ങനെ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഈ ഇരകൾ കൊണ്ടുവന്ന പരാതിയിൽ തലയും ഇല്ല വാലും ഇല്ല, മറ്റേ ഈ ചീറ്റിപ്പോയ പടക്കം പോലെ എങ്ങോട്ടേക്കോ പോയി. അപ്പോൾ യുവ ഡോക്ടർ എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ്, അല്ലെങ്കിൽ അവരുടെ കയ്യിലാണ് തെളിവുകൾ ഉള്ളതുകൊണ്ട് തന്നെയും അവരെ ഇവർ ചേർത്ത് പിടിച്ചുകൊണ്ട്, ആരാണ് സംഘികൾ ചേർത്ത് പിടിച്ചുകൊണ്ട് വേടനെതിരെ ഒരു പരാതി കൊടുക്കാനായിട്ട് പ്രേരിതമാക്കുകയും ആ പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ വേടനും കോടതിയിലേക്ക് പോയിട്ടുണ്ട് പരാതിയുമായിട്ട്. വേടനും വേടൻ്റെ കുടുംബവും പോയിട്ടുണ്ട്. തന്നെ ഈ കലാപരമായിട്ടുള്ള കഴിവിൽ നിന്ന്, അല്ലെ തന്നെ കലാകാരൻ എന്നുള്ള രീതിയിലേക്ക് ആ ഒരു രീതിയിൽ കണ്ടുകൊണ്ട് തന്നെയും തൻ്റെ കലയെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നു, തൻ്റെ വ്യക്തിത്വം ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നു, കുടുംബത്തെ കടന്നാക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേടനും പരാതിയുമായിട്ട് പോയിട്ടുണ്ട്. ആ പരാതിയിന്മേലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ ലാസ്റ്റായിട്ട് നമ്മൾ കണ്ടൊരു വാർത്തയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് സിറ്റി പോലീസ് കമ്മീഷണർ, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ അണ്ടറിലാണ് ഈ കേസ് വരുന്നത്. അദ്ദേഹം പറഞ്ഞത് ലാസ്റ്റായിട്ട് പരാതിയുമായിട്ട് വന്നൊരു ഗവേഷക വിദ്യാർത്ഥിയെ കോൺടാക്ട് ചെയ്യാനായിട്ട് പല സമയങ്ങളിൽ ഇവർ ശ്രമിച്ചെങ്കിലും അതിന് അവർക്ക് ബലമുണ്ടായില്ല. കാരണം അവർ തയ്യാറാവുന്നില്ല പരാതി മൊഴി കൊടുക്കാനോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പരാതിന്മേൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോഴും അവർ അതിനെപ്പറ്റി പറയാനായിട്ട് വില്ലിങ് ആവുന്നില്ല എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത്. അതിൻ്റെ കാരണം എന്താണ്? തെളിവുകളില്ല. ആരോ പറഞ്ഞതിൻ്റെ പേരിൽ, സ്ത്രീകൾ പറയുന്നതിനെ വേദവാക്യമാക്കി എടുത്തുകൊണ്ട് പുരുഷന്മാരെ അതിക്രമിക്കുക, അല്ലെ പുരുഷന്മാരെ അടിച്ചമർത്തുക എന്നുള്ളൊരു ചിന്താഗതി, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയായിരുന്നു മുൻപ് കാലങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ വേടൻ്റെ വിഷയം വന്നതോടുകൂടി ഇതെല്ലാം അപ്പാടെ തേഞ്ഞു മാഞ്ഞു പോയി, അല്ലെ ഇതെല്ലാം അപ്പാടെ മാറുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ആ മാറിയ സാഹചര്യത്തിൽ ഇവർക്ക് അതിനൊപ്പം നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. കൃത്യമായിട്ടുള്ള തെളിവുകളില്ല. എന്തെങ്കിലും നടന്നെങ്കിലല്ലേ തെളിവുകൾ ഉണ്ടാവുള്ളൂ. ആ തെളിവുകൾ കൊടുക്കാൻ ഇവരുടെ കയ്യിലില്ല. അപ്പോൾ അതിന് ആ ഒരു മൊഴി കൊടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഇര എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി. അപ്പോൾ ഇന്ന് എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേടൻ്റെ പരാതിയിൽ ഇന്നൊരു കാര്യം വന്നിട്ടുണ്ട്. ഇന്ന് 24 ന്യൂസിൽ ഞാൻ കണ്ടൊരു വാർത്തയാണ്. അതായത് വേടനെതിരെ പരാതി കൊടുത്തിരിക്കുന്ന യുവതിയുടെ മൊഴി എടുക്കാനായിട്ട് പോലീസ് നീക്കം നടത്തി. ആ നീക്കത്തിനെതിരെ ആ യുവതി ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ്. എന്താണ് അതിൽ കാരണമായിട്ട് പറയുന്നത് അറിയാവോ? ആ നോട്ടീസിൽ തൻ്റെ സ്വകാര്യ വിവരങ്ങൾ, അല്ലെങ്കിൽ തൻ്റെ പേഴ്സണലായിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് അത് തനിക്ക് സമൂഹത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ആ മൊഴി എടുക്കുന്ന നോട്ടീസിനെതിരെ, അല്ലെ ആ മൊഴിയെടുപ്പിനെതിരെ ഞാൻ പ്രതികരിക്കുമെന്ന് പറഞ്ഞു
പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നത്. ഒരു കാര്യത്തെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ടെങ്കിൽ, ഒരു കാര്യം അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ, തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി തുറന്ന് പറയുന്നതിൽ എന്തിനാണ് ഇത്ര മടി? അതിനെപ്പറ്റി തുറന്ന് മറ്റുള്ള ആളുകൾ അറിയുന്നതിൽ എന്തിനാണ് ഇത്ര പേടി? അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ചോദ്യത്തിന് അവിടെ വലിയ പ്രസക്തിയാണ്. ആ യുവതിക്ക് പേടിയാണ് തൻ്റെ അഡ്രസ്സും തൻ്റെ ഐഡൻറ്റിറ്റിയും റിവീൽ ചെയ്യുന്നതിന്. എന്നാൽ വേടൻ്റെ ഐഡൻറ്റിറ്റിയും വേടൻ്റെ പറയുന്ന എല്ലാ സ്വഭാവങ്ങളെ പറ്റിയും കുറ്റകരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവർ പറഞ്ഞത്. സ്വന്തം അമ്മയോട് പോലും കാമമുണ്ടായിരുന്നവനാണ് വേടനെന്ന് വരെ പറഞ്ഞുകൊണ്ട് സഹോദരിമാരോടും എല്ലാവരോടും വേടന് മോശമായിട്ടുള്ള രീതിയിൽ ചിന്താഗതിയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഇത്രയും സ്വീകാര്യതയുള്ള ഒരു വ്യക്തിയെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ ഇവളുമാർ അറിഞ്ഞില്ല തിരിച്ചൊരു പണി 8ന്റെ പണി വരുമെന്നുള്ളത്. ആ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് നോട്ടീസ് അയച്ചപ്പോൾ അതിനൊരു വിമുഖത കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിൻ്റെ പേരിലാണെന്നും അത് സംരക്ഷിച്ച് നിന്ന ആളുകൾക്ക് ഇപ്പോൾ സംരക്ഷിക്കാൻ സാധിക്കാത്തതിൻ്റെ ഫലമായിട്ടാണോ അല്ല അതിൻ്റെ പരമായിട്ടാണോ ഈ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നതെന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ വാർത്ത എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. റാപ്പർ വേടനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ മൊഴിയെടുക്കാനുള്ള പോലീസിന്റെ നോട്ടീസിനെതിരെ പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചു. പോലീസ് അയച്ച നോട്ടീസ് തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതാണെന്നും നോട്ടീസ് റദ്ദാക്കണമെന്നുമാണ് ആവശ്യമുയരുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. വിഷ്ണു, ഗുഡ് മോർണിംഗ്. സാധാരണഗതിയിൽ വെളിപ്പെടുത്താൻ പാടില്ല എന്നതാണല്ലോ വിവരങ്ങൾ. വിഷ്ണു സുരേഷ്, സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വെളിപ്പെടുത്തലുകളോ ഐഡന്റിറ്റി വെളിവാക്കുന്നതോ രീതിയല്ല, നിയമം അനുവദിക്കുന്നില്ല. എന്താണ് ഇതിൽ സംഭവിച്ചത് വിഷ്ണു? SKN ഓഗസ്റ്റ് 21 എറണാകുളം സെൻട്രൽ പോലീസിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ ഒരു പരാതി അത് ഫോർവേഡായി സെൻട്രൽ പോലീസിൽ വരികയും വേടനെതിരെ ലൈംഗിക അതിക്രമത്തിന് കേസെടുക്കുകയും ചെയ്തത്. പക്ഷേ പോലീസിന് മുൻപിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു മെയിൽ ഐ ഡിയിൽ നിന്ന് വന്ന വിവരങ്ങൾ മാത്രമാണ്. ആ മെയിൽ ഐ ഡിയിൽ നിന്ന് വന്ന വിവരങ്ങൾ കൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകാനാകില്ല. ആ പശ്ചാത്തലത്തിലാണ് പരാതിക്കാരിക്ക് ഒരു നോട്ടീസ് സെൻട്രൽ പോലീസ് അയച്ചത്. പക്ഷേ ആ സെൻട്രൽ പോലീസ് അയച്ച നോട്ടീസിലാണ് ഇപ്പോൾ പരാതിക്കാരി അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ ഐഡന്റിറ്റി വെളിവാക്കുന്ന രീതിയിലുള്ള നോട്ടീസാണ് പുറത്തു വന്നിരിക്കുന്നതെന്നാണ് പരാതിക്കാരി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടവർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നിലവിൽ ഈ കേസിൽ വേടന് ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. പക്ഷേ പോലീസ് വ്യക്തമാക്കുന്നത് ഈ നോട്ടീസ് അയച്ച് അവരുടെ മൊഴിയെടുക്കാതെ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാവില്ല, അത് അന്വേഷണത്തെ ബാധിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ നിയമം വിട്ട് അല്ല നോട്ടീസ് അയച്ചത്, കൃത്യമായ ചട്ടങ്ങൾ പാലിച്ച് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇനി ഹൈക്കോടതിയാണ് ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കേണ്ടത്. കണ്ടില്ലേ, ഇവർ പറയുന്നത് ഹൈക്കോടതിയുടെ ആ ഒരു അണ്ടറിലാണ് ഇപ്പോൾ ഒരു പരാതി ഇരിക്കുന്നത്. ഒരു ചട്ടങ്ങളും പാലിക്കാതെയാണ് പോലീസ് ഈ നടപടി എടുത്തിരിക്കുന്നതെന്നാണ് മാധ്യമങ്ങളും അല്ലാതെയുള്ള എല്ലാവരും പറയുന്നത്. എന്നാൽ പോലീസിന് കൃത്യമായിട്ടുള്ള ധാരണ ഉള്ളതുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാ ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ നോട്ടീസ് അയച്ചപ്പോൾ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തൻ്റെ ഈ പേഴ്സണൽ അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ മറ്റുള്ളവർ അറിയുമെന്നുള്ള ഒരു പേടി, എന്തിനാ പേടി വന്നു? നിങ്ങളൊരു ഇരയാണ്, നിങ്ങൾക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന വിഷയങ്ങളെ പറ്റി പഠിക്കാനായിട്ട് പോലീസ് ഒരു നോട്ടീസ് നിങ്ങൾക്ക് അയച്ച് നിങ്ങളുടെ മൊഴി എടുക്കാനായിട്ട് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇത്ര വിമുഖത കാണിക്കുന്നത്? എന്തിനാണ് ഇത്ര പേടി കാണിക്കുന്നത്? അപ്പോൾ അവിടെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതും അങ്ങനെ ഒരു സംഭവം വെറുതെ കെട്ടിച്ചമച്ചതാണെന്നും വെറും വ്യാജമായിട്ടുള്ളൊരു കാര്യമാണെന്നും ആരുടെയൊക്കെയോ ഈഗോ സാറ്റിസ്ഫാക്ഷൻ തീർക്കാനായിട്ടും സംഘികൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നതുമാണ് ഈ പെൺകുട്ടി എന്നുള്ളതും നമ്മളിവിടെ കാണുകയാണ്. ഒരു ഇരയാണെങ്കിൽ ഒരിക്കലും ഇവർ ഈ രീതി പ്രതികരിക്കില്ല. അതായത് ഒരു റേപ്പ് വിക്ടിമോ അങ്ങനെയുള്ള ഒന്നുമല്ല ഈ പെൺകുട്ടി. ഈ പെൺകുട്ടിയുടെ അടുത്ത് വേടൻ മോശമായിട്ട് ബിഹേവ് ചെയ്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വേടൻ എന്തൊക്കെ ചെയ്തു എന്ന് പറയുന്നില്ല. ആ മൊഴികളിൽ പോലും വ്യക്തതയില്ല എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ അന്ന് പറഞ്ഞത്. പുള്ളിക്കാരി ആരാണെന്നോ എവിടെ നിന്ന് വന്നതാണെന്നോ എന്താണ് സംഭവിച്ചതെന്നോ പുള്ളിക്കാരുടെ അഡ്രസ്സോ ഒന്നും ഈ ഒരു പരാതിയിൽ കൊടുത്തില്ല. മെയിൽ ഐ ഡി വഴിയാണ് മെയിൽ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പരാതി വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ പോലീസ് എവിടെ പോയി അന്വേഷിക്കും? അപ്പോൾ ആ കേസ് കൃത്യമായിട്ട് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ പോലീസിന് ഈ പറയുന്ന രീതികൾ അല്ലെങ്കിൽ ഈ രേഖകൾ കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പരാതിക്കാരിക്ക് നോട്ടീസ് അയച്ചത്. ആ നോട്ടീസ് അയച്ചപ്പോൾ അതിലും വിമുഖത കാണിക്കാനാണെങ്കിൽ പിന്നെ എന്തോ കാണിക്കാനാണ് ഈ പരാതിയുമായിട്ട് വന്നത്? അയാളെ അങ്ങ് അടിച്ചമർത്താമെന്ന് വിചാരിച്ചോ? അയാളെ അങ്ങ് തകർത്ത് കളയാമെന്ന് വിചാരിച്ചോ? അയാളെ അങ്ങ് ജനങ്ങൾക്കിടയിലേക്ക് അയാളെ ഒരു മോശക്കാരനാക്കി ചിത്രീകരിക്കാൻ നീയൊക്കെ വിചാരിച്ചോ? ഒന്നും എങ്ങ് എത്താൻ പോകുന്നില്ല. ആ യുവ ഡോക്ടർ എന്ന് പറയുന്ന പെൺകുട്ടിയോട് വേണ്ട ബന്ധം ഉണ്ടായാലും വേണ്ട സമ്മതിക്കുന്നുണ്ട്. ബാക്കിയുള്ള 4 നീയൊക്കെ എവിടുന്ന് വന്നല്ലേ? നിനക്കൊക്കെ നാണമുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഒരു വ്യക്തിത്വമുണ്ടോ? ഞാനിത് പറഞ്ഞതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ പൊങ്കാലിടാനോ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇരയുടെ പ്രൈവസിയെ അവഹേളിച്ചു അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരും വരാം. എന്നാലും ആണുങ്ങൾക്കെതിരെ ഈ അടിച്ചമർത്താൻ വേണ്ടി ആണുങ്ങളെ ഒരുമാതിരി കരുവാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഈ ചെറ്റത്തരം ഉണ്ടല്ലോ, ഇത് എതിർക്കപ്പെടുക തന്നെ വേണം. ഇനിയും നിന്റെ ഒന്നും ഈ വൃത്തികെട്ട പരിപാടികൾ ഇവിടെ നടക്കത്തില്ല എന്ന് ഞാൻ വീണ്ടും പറയണം. സരിതയെ പോലെ ഒരു പെൺകുട്ടി ആവാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങും വില പോവില്ല, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ എടുത്തു പറയുകയാണ്. ആ വേടനെ നീയൊക്കെ എത്രയൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും വേടനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന എത്രയോ ജനങ്ങൾ ഇന്നും ഉണ്ടെന്നറിയാം കേരളത്തിൽ. ഇന്നുമല്ല ഇന്നലകളിലും അല്ല എന്നും ആ വേടനൊപ്പം തന്നെ എല്ലാവരും ഉണ്ടാകും. കാരണം വേടൻ ഇവിടെ ആവശ്യമാണെന്ന് അറിയാവുന്ന ആളുകൾ തന്നെയാണ് വേടനെ സംരക്ഷിക്കുന്നത്. ഇപ്പോൾ അയാളുടെ ആ ഒരു സ്റ്റേജ് ഷോകളിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ജനങ്ങളുടെ മനസ്സിൽ ഇന്നും വേടൻ ഹീറോ തന്നെയാണ്. അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇതൊരു വേടനെതിരെ മാത്രം നടക്കുന്ന ഒരു വിഷയമല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെയും അതേപോലെ തന്നെ
പുരുഷന്മാർക്കെതിരെയും സംഘടിതമായിട്ട് ഇവർ നടത്തുന്ന ഒരു ആക്രമണമാണ് ഈ പറയുന്ന സ്ത്രീകളെ വെച്ചുകൊണ്ട് നടത്തുന്നതെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ പരിപാടികൾ എങ്ങും വില പോവില്ല എന്നുള്ളതും ഈ പരിപാടികൾക്ക് ഇനിയെങ്കിലും ഒരു മറുപടി കൊടുക്കാനായിട്ട് നമ്മുടെ സർക്കാരിന് സാധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.